ഹലോ എവ്രി വൺ അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനി വ്ളോഗാണ്. മിനി വ്ളോഗ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഷാനാൻ്റെ നിക്കാഹാണ്. അപ്പോൾ എന്തായാലും 4 മണിക്കാണ് അവളുടെ പരിപാടി വരുന്നത്. അങ്ങനെ നമ്മൾ വേഗം റെഡിയായി ബസ് കയറി ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി നമ്മൾ ഓട്ടോയിൽ കയറി നേരെ ഓഡിറ്റോറിയത്തേക്ക് പോയി. ഓഡിറ്റോറിയത്തിൽ എത്തി ആരോ വിളിക്കണ കേട്ട് തിരിഞ്ഞോക്കിയതാണ്. നോക്കുമ്പോൾ ആരാ നമ്മുടെ ബ്രൈഡ് ആയിരുന്നു ഗൈസ്. മാഷാഅല്ലാഹ് അവൾ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണിക്കുള്ള പരിപാടിക്ക് ഞാനും ഫിദിയോ ഒരു 5-5:30 മണിയായിട്ടാണ് എത്തിക്കണേ. കാരണം ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിട്ട് എവിടെയും പോകുള്ളൂ, കൃത്യസമയത്ത് അങ്ങനെ എത്താൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഷാനാന്റെ എൻട്രിയും പിന്നെ കൈ പൊടിച്ച് സ്റ്റേജിൽ കയറുക അങ്ങനത്തെ കുറച്ച് പരിപാടിയായിരുന്നു. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ഒരു ദിവസം ഞങ്ങൾ ഇതേപോലെ കൈയൊക്കെ പിടിച്ച് കയറേണ്ടതല്ലേ, അതുകൊണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. ഒക്കെ കണ്ടു പഠിക്കണമല്ലോ. അങ്ങനെ അവളുടെ മഹർ കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വിചാരിച്ചു ഇനി ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നമ്മളെല്ലാവരും അങ്ങനെ പൊറാട്ടയും ചിക്കനും അതൊക്കെ കൂട്ടി നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു. വേറെ ഒന്നുമല്ല, കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളത്. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ക്യൂട്ട്നെസ് വാരി അറിയാമെന്ന് വിചാരിച്ചു. അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസും വീഡിയോസ് എടുക്കണ ഒരു രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഞങ്ങൾ അഭിനയിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് കറങ്ങി നോക്കിയാലോ. അങ്ങനെ വിചാരിച്ചു കുറേ കറങ്ങി നോക്കി. പിന്നെ ഞങ്ങൾ കുറേ എസ്തെറ്റിക് മൂഡ് പിടിച്ചിട്ട് കുറേ ഇങ്ങനെ കുറച്ച് എടുത്ത് നോക്കി. പിന്നെ ഞാൻ ഓണിൽ പിടിച്ച് കറക്കി. അങ്ങനെയൊക്കെ അങ്ങനെ ആവശ്യത്തിലധികം ഫോട്ടോസും വീഡിയോസും കിട്ടിയതുകൊണ്ട് തന്നെ നമ്മളിനി നേരെ ഷാനാക്കും ഷാനാൻ്റെ ചെറുക്കനും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറി. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഒരെണ്ണം ഹാപ്പി ആക്കി നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പത്തിന് പരിപാടി ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ ഷാനാൻ്റെ ചെറുക്കനും പോസ്റ്റ് തന്നെ അതൊക്കെ പഠിക്കായിരുന്നു. ഞാൻ കണ്ടുപഠിക്കുക. അങ്ങനെ ഓരോരുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഷനാൻ്റെ നിക്കാഹ് വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.